ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നമ്മുടെ ഗോപാലസ്വാമി ടെമ്പിളില് ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോകുന്നത്. നല്ല റോഡാട്ടോ, കാടിലേക്ക് നല്ല പുതിയ റോഡാണ്. പുതിയ റോഡൊക്കെ ഇട്ടിട്ട് നല്ല വഴിയാണ്. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ആ ഒരു മണ്ണിന്റെ റോഡ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ല റോഡാണ്. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇത് ലോക്കാവും. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ 6 മണീൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങോട്ട് വരണം, എന്നാലേ നമുക്ക് ഇത് ലോക്കാവാതെ കിട്ടുള്ളൂ. ഈ ഒരു കാണുന്ന ചെറിയൊരു ഈ റിസോർട്ടിലേക്കുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് ഇത് 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പോകണം 6 മണീൻ്റെ മുന്നേ ഇതിൻ്റെ ഉള്ളിൽ കയറണം. അത് കണ്ടോ, നമ്മൾ വരുമ്പോൾ തന്നെ എത്രയാ റോഡ് സൈഡ് തന്നെ മാനുകൾ കണ്ടോ, എത്രയാ ഒരുപാട് മാനില്ലേ. ഇതാ റോഡ് നമ്മുടെ തൊട്ട റോഡ് സൈഡ് തന്നെ. ആ വെയിൽ കൊള്ളാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു. ചെറിയ കുട്ടിമാനും വലിയ മാനും നല്ല കലമാനും എല്ലാം ഉണ്ട്. 2 കൊമ്പുള്ള മാൻ കേട്ടോ, വലിയ കൊമ്പുള്ള. ഈ ഒരു ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും നമ്മുടെ സഫാരി. നമുക്ക് ഇവിടെയാണ് നമുക്ക് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് പോലെ ഉണ്ട്, ഓരോ ഹട്ടുകൾ നമുക്കിവിടെ താമസിക്കാൻ പറ്റും. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഇവിടെ നിന്നിട്ട് നമുക്ക് സഫാരി ജംഗിൾ സഫാരി ചെയ്യാം കേട്ടോ. അതിനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് നോക്കാം, എന്താ സംഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. ജംഗിൾ സഫാരി എത്ര മണിക്കാണ്, എത്ര പൈസയാണ് അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് സഫാരി ഉണ്ട്. രാവിലെ എത്ര മണി മുതൽ? രാവിലെ 6 മണി മുതലും 9 മണി വരെ. വൈകിട്ട് 2 മണി മുതൽ 6 മണി വരെയാണ് നമുക്കിവിടെ സഫാരി ഇല്ല കേട്ടോ. അതായത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 300 രൂപ, വലിയ ആൾക്ക് 650 രൂപയാണ് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വൈകുന്നേരം ഒന്ന് വന്ന് നോക്കട്ടോ. നമുക്ക് സഫാരി അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് താമസിക്കാനൊക്കെ പറ്റും. ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്താൽ മതി. അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് ഇനി 5 വയസ്സിന് താഴെ ഉള്ളവർക്ക് ഫ്രീയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 300 രൂപ, വലിയ ആളുകൾക്ക് 650 രൂപയാണ്. എത്ര മണിക്കൂറാണെന്ന് അറിയില്ല, 3 മണിക്കൂറോ 2 മണിക്കൂറോട്ടോ അങ്ങനെ ആണ്. അകത്ത് പോയി മൃഗങ്ങളെ കാണാൻ പറ്റും. അന്ന് ലക്ക് പോലെ ഉണ്ടാവും നമുക്ക്. നമ്മൾ അപ്പോൾ പോകുന്ന വഴി നമ്മുടെ ഹിമവന്ത് ഗോപാലസ്വാമി ടെമ്പിൾ ഉണ്ട്, ഒരു മലയുടെ മുകളിലാട്ടോ. നമ്മുടെ വണ്ടി ഒന്നും അവിടെ പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അതൊന്ന് പോയി നോക്കാം. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാം. ഏകദേശം നമ്മുടെ റിസോർട്ട് എന്നൊരു 25 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ഹിമവന്ത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലൊരു മലമുകളിലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഓൺ വെഹിക്കിൾ അവിടേക്ക് അലൗഡ് അല്ല, ഗവൺമെൻറ് ബസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം ഗുണ്ടൽപേട്ട ഊട്ടി റോഡിൽ ഒരു ഏകദേശം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിമവന്ത് ഗോപാലസ്വാമി എന്നുള്ള ബോർഡ് കാണാം. ഏകദേശം അവിടുന്ന് 15 കിലോമീറ്ററോളം നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. നല്ല അടിപൊളി നല്ല ഗ്രാമമാണ്. ഫുള്ള് തോട്ടം വഴകളിലാണ്, മലമുകളിലാണ്. നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ വണ്ടി നമുക്ക് എവിടെയോ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം. പിന്നെ ഇവരെ ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഹിമന്ത് ഗോപാലസ്വാമി നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ബസ് നമ്മൾ കയറുന്ന സ്ഥലത്ത് വലിയൊരു പാർക്കിംഗ് ഉണ്ട്. എൻ്റെ ബാക്കിൽ ഇവിടെ പാർക്ക് ചെയ്യണം. പക്ഷെ ഒടുക്കത്തെ പൈസ കേട്ടോ, പാർക്കിങ്ങിന് 60 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ ഇവരെ ബസ് ഉണ്ട്, അവിടെ അത് കയറിയിട്ട് വേണം പോകാൻ. ബന്ദിപ്പുര ടൈഗർ റിസർവ്. അപ്പം ആക്ച്വലി ഇത് കാട്ടുകൂടിയാണ് പോകുന്നത്. ഒരു ബസ് പോയി, നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത ബസ് വെയിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഇതാണ് പാർക്കിംഗ് ഈ ഭാഗത്ത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് കടകളും വാട്ടർ ബോട്ടിലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാ, നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം നീ പോകാൻ. ബസ് വന്നിട്ട് മലമുകളിലേക്കുള്ളൊരു യാത്രയാണ്. നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി സംഭവമായിരിക്കും. പോയി നോക്കാം. നമുക്ക് ആ ബസ് വന്നല്ലോ. ഇതാ ആ ബസ്സിലാണ് നമ്മൾ കയറിക്കൊണ്ടത്. അപ്പം നമ്മൾ ആ ബസ് എടുത്തിട്ടോ. 70 രൂപ ടിക്കറ്റ് ഒരാൾക്ക് 70 രൂപ ടിക്കറ്റ്, കുട്ടികൾക്ക് 35 രൂപ ടിക്കറ്റ്. ഇവരെ ബസ് മാത്രമേ പോകുള്ളൂ. ഈ മല കയറി ഇങ്ങനെ പോകാതെ ചുരം കയറിയിട്ട് ഇങ്ങനെ പോകും. കാട്ടിക്കൂടെ ശരിക്കൊരു മനോഹരമായ ഒരു യാത്ര തന്നെയാണ് കേട്ടോ. ശരിക്കും അവിടെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി അതിലേക്ക് അലൗഡ് അല്ല. എന്നാൽ റോഡ് അത്രയ്ക്കും കൺജസ്റ്റഡ് റോഡായിരുന്നു. ഒരു ബസ്സിന് പോകാനേ പറ്റുള്ളൂ. എന്തായാലും അവർ ആ ബസ്സിലുള്ളൊരു യാത്ര മനോഹരമായ യാത്രയാണ്. ബസ് ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. രണ്ടും അങ്ങോട്ട് പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റാണ് നമുക്ക് തരുന്നത്. കണ്ടോ, ഈ റോഡ് ഈ ഒരു രീതിയിലുള്ള റോഡാട്ടോ. നല്ല ഇതാണ്. പ്രത്യേകിച്ച് ആ ഒരു തണുത്ത കാലാവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രകൃതി ഭംഗിയും ആ ഒരു കാറ്റും ആസ്വദിച്ച് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. റോഡാകത്തുള്ളൂ. ഇനിയൊരു ബസ് വന്നു കഴിഞ്ഞിട്ടില്ല എങ്ങനെ അവർ സൈഡ് എടുക്കുകയെന്ന് അറിയില്ല. നമ്മൾ മുകളിലെത്തിട്ടോ. നല്ല അടിപൊളി വൈബാട്ടോ. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ബസ് റൂട്ട് കാണാൻ ഒരുപാട് നല്ല ഭംഗിയാണ്. വരുമ്പോൾ നമുക്ക് കുറേ ആനകളൊക്കെ നമ്മൾ കണ്ടിട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു അടിപൊളി വ്യൂ ആണ്.
നല്ല മല മുകളിലാട്ടോ ഈ ഒരു ക്ഷേത്രം. അതാണ് കാരണം, ഒരു സിംഗിൾ റോഡാണ്, അതുകൊണ്ടാണ് പ്രൈവറ്റ് നമ്മുടെ വണ്ടിയൊന്നും വിടാത്തത് തോന്നുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതും നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള ഇവിടെയൊക്കെ ഒരു വലിയ കാട്. ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ 4 മണി വരെ പ്രവേശനമുള്ളൂ. നമുക്ക് ഒരാൾക്ക് വലിയ ആൾക്ക് വരുന്ന 70 രൂപ ടിക്കറ്റാണ്, കുട്ടികൾക്ക് 35 രൂപ. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ ഇവിടെ അലോഡേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു നമ്മൾ എൻട്രൻസ്. ഇതാണ് ശേഷം ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ. ഇതെന്ന് നമ്മൾ ക്ഷേത്രം, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ക്യാമറ അലൗഡ് അല്ല. ഇതിന് ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ കാണിച്ചില്ല. രാത്രി കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിവിടെ ആന വരും. ആനപ്പിടി കണ്ടില്ലേ? ഈ രാത്രി ഇവിടെ വന്ന് ആനയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ആനപ്പിടി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഇവിടെ ഗവൺമെൻറ് ഇവരെ ബസ് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയുണ്ട്. അതാണോ, ഇതുപോലുള്ള ഫോറസ്റ്റിൻ്റെ വണ്ടിയുണ്ട്. മുകളിൽ ഇതിൻ്റെ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മെയിൻ ആൾക്കാർ ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും മുകളിലേക്ക് വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ പോകാം, അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല വൈബാണ്, അടിപൊളിയാണ്. ഉണ്ടാ കാട്ടുപന്നി നടക്കുന്നുണ്ടല്ലേ? ശരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. ആ പോകുന്ന ഭാഗമുണ്ട്. എന്താ കാണുന്ന 2 കാട്ടുപന്നി ഉണ്ട്. ഒരുപാട് മാനുകളുണ്ട്. ശരിക്കും ഞാൻ കാണിച്ചു കേട്ടോ. ഇന്ന് കാട്ടുപന്നി പോകുന്ന ആ ഒരു കണ്ടില്ലേ? ആ മരത്തിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലേ പോകുന്നത്? 2 അതാ പോകുന്ന. ശരിക്കും നമ്മളൊരു സഫാരിക്ക് പോയ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത്. കാരണം ആനേനെ കണ്ടു, കാട്ടുപന്നീനെ കണ്ടു, മാന്, കാട്ടുപോത്ത്, ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് മാനൊക്കെ ഉണ്ട് ആ സൈഡ്. നമ്മളപ്പം ഹിമവന്ത് ഗോപാലസ്വാമി ക്ഷേത്രം കണ്ട് പോവാണ്. ഇതാ ക്ഷേത്രം. ആൾക്കാരൊക്കെ പോയി വന്ന് നമ്മൾ ജസ്റ്റ് കയറി ഇങ്ങോട്ട് ഇറങ്ങി, അത്രേ ഉള്ളൂ. നമ്മളെ ബസ് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ബസ് എപ്പോഴും ഉണ്ട്. ഒരു ബസ് പോകുമ്പം അടുത്ത ബസ് തീർച്ചയായിട്ടും ഇവിടെ വരും. ഗവൺമെൻറ് ബസ്. സീറ്റുണ്ടോ? സീറ്റുണ്ടെങ്കിൽ കയറിയാൽ മതി കേട്ടോ. ബന്ദിപ്പൂരിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോപാലസ്വാമി ആ ക്ഷേത്രം കണ്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു 23 കിലോമീറ്റർ നമ്മൾ വരികയാണെങ്കിൽ മുതുമല എത്തി. മുതുമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർണാടക ഫോറസ്റ്റിൽ നിന്ന് തമിഴ്നാട് ഫോറസ്റ്റിലേക്ക്, ടൈഗർ റിസർവിലേക്ക് കടക്കുകയാണ്. ജസ്റ്റ് ഒരു 23 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് അവിടെയും നമുക്ക് ഇതേപോലെ സഫാരി, എലിഫൻറ്റ് ക്യാമ്പ് ഒന്നുണ്ട്. എലിഫൻറ്റ് ക്യാമ്പ് നമുക്ക് കാണാം. അപ്പം നമ്മൾ എലിഫൻറ്റ് ക്യാമ്പ് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എലിഫൻറ്റ് ക്യാമ്പ് ടൈമിംഗ് ഉണ്ട്. ഇവിടെ മോർണിംഗ് 8:30 to 9 o'clock, ഈവനിങ് 5:30 to 6 o'clock ആണ് ക്യാമ്പ് ഉള്ളത്. ഇവിടെ ബോർഡ് സഫാരി ഉണ്ട് നമുക്ക്. അതുപോലെ സഫാരി നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. സഫാരി നമുക്ക് 6 AM, 10 AM, 2 PM, 5 PM പറഞ്ഞ സഫാരി ഉണ്ട്. സെയിം അതേപോലത്തെ സിസ്റ്റം തന്നെ 2 സ്റ്റേറ്റാണുള്ളൂ. ആദ്യം നമ്മൾ കണ്ട സഫാരി കർണാടകയും ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതായത് കർണാടകയിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ നിൽക്കുന്നത് ആക്ച്വലി കർണാടകയിലും തമിഴ്നാടിനും ബോർഡറിലാണ് നമ്മൾ റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ. റിസോർട്ടിന് മുന്നോട്ട് 20 കിലോമീറ്റർ പോയാലും പിന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലെത്തി. എന്തായാലും ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം സമയം 1 മണി എപ്പോഴും നമ്മൾ വന്നത്. ഇവിടെ ആനയുടെ ഒരു ചെറിയ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർ എലിഫൻറ്റിന് ഫുഡ് കൊടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമുക്ക് എലിഫൻറ്റിൻ്റെ കുട്ടികളെയും എലിഫൻറ്റ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് പ്രത്യേകത മുതുമല ടൈഗർ റിസർവ് ഉണ്ടോ, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞങ്ങൾ വന്നതായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷനാണ്. കയറി ഇങ്ങനെ വന്നത്. അവിടെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത്. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാം കേട്ടോ. ഇതാണ് ആ നമ്മുടെ എലിഫൻറ്റ് ക്യാമ്പ്. പക്ഷേ എന്ത് ചെയ്യാനാ, സമയം ഈവനിങ് ആണ്. ഈവനിങ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്കുള്ള ഗേറ്റ് 6 o'clock അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് മുന്നേ പോകണം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി വരുന്ന അവർക്ക് വേണ്ടി പറയുകയാണ്, മോർണിംഗിൽ 8:30 to 9 o'clock, 9:32 വരെ വരണം. എന്നാലും ഈ ക്യാമ്പ് കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് ബന്ദിപ്പൂർ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് തമിഴ്നാട് 20-25 കിലോമീറ്റർ കഴിഞ്ഞ് മുതുമലൈ റിസർവ് ഫോറസ്റ്റും ടൈഗർ റിസർവും എലിഫൻറ്റ് ക്യാമ്പൊക്കെ കാണാൻ പറ്റുമോ. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ അവിടെ നല്ലൊരു അടിപൊളി ബയാൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. സിംഹവാലം കുരം കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തോ ഫുഡ് തരാൻ വേണ്ടി വരണത് ഇങ്ങനെ വന്നതാ. നോക്കി ഇതാ അവിടെ ഇരിക്കുന്ന അവിടെ 3 നല്ല ഭംഗിയില്ലേ കാണേ. ഇപ്പം നമ്മുടെ ഈ മസനഗുഡി ഊട്ടി വഴി പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. നമ്മൾ കാണാൻ പറ്റാത്ത ഓരോ തരത്തിലുള്ള മൃഗങ്ങൾ അങ്ങനെ കാണാം. അതാണ് ഇതിൻ്റെ ഇത് കണ്ടാ. എന്താടാ ആയി നല്ല ഇരിക്കുന്നത്. അപ്പം നമ്മളിന്ന് ഭക്ഷണം കഴിച്ചത് ബന്ദിപ്പൂരിലെ ഈ ബനിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ.
ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാൻറ്റീനാണ്. നല്ല ഒരു നാടൻ ഫുഡ് കേട്ടോ. ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, റൂമും ക്വാർട്ടേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡ്, പക്ഷേ ചെറിയൊരു കോസ്റ്റ് 120 രൂപയാണ് ഒരു ലഞ്ച് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പുഴ പോകുന്നുണ്ട്, ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടുന്നുണ്ടോ. മൃഗങ്ങളൊക്കെ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരും. അതാ ഒരു കാട്ടാന, ഒരു കൊമ്പനാട്ടോ, കൊമ്പൻ അതെങ്ങനെ ഇരുന്ന് എന്തോ പുല്ല് തിന്നാ അതാക്കുന്നു. അപ്പോൾ ഇതാണ് ബന്ദിപ്പൂർ നമ്മുടെ കൺട്രി ക്ലബിൻ്റെ മനോഹരമായ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തുള്ള വ്യൂ ആണ്. മനോഹരമായ റിസോർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. കാട്ടിനുള്ളിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻ്റൊക്കെ ഉണ്ട്, സമയം കളയാനും എല്ലാം ഉണ്ട്. ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എല്ലാം കൂടെ മനോഹരമാണ്. തീർച്ചയായിട്ടും അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.